സദ്യ സീരീസിലെ 6ാമത്തെ വിഭവമായ കൂട്ടുകറി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് ചേനയും കായും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും വേഗം പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വേവിക്കാൻ വെക്കാം. ഒരു 1/4 വേവാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് കടല ഉപ്പിട്ട് വേവിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വറ്റൽമുളകും കടുവും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ലൈറ്റ് നിറവാകുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ ചിരികിയതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ നിറവാകുമ്പോഴത്തേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരികിയതും 1/2 സ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ച് വെന്ത് വന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ശർക്കര പൗഡറും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന കൂട്ടുകറിയുടെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്.